കോൺഗ്രസിനകത്ത് പവർ പൊളിറ്റിക്സ് ഉണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സുധാകരന് അത്ര സ്വാധീനമില്ലാത്ത ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബേസ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേക്കുട്ടി സാർ ഒരു സെക്കൻഡ്, നമ്മൾ തമ്മിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, ഒറ്റ സെക്കൻഡ് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കണ്ണൂർ വികാരം ഉണ്ടായില്ലല്ലോ. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ണൂർ വികാരം ഉണ്ടായില്ലല്ലോ. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ണൂർ വികാരം ഉണ്ടായില്ലല്ലോ. നിയമസഭയിലേക്ക് ഉദുമേ പോയല്ലേ മത്സരിച്ചത്. അപ്പം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കൾ ഓരോ ഘട്ടങ്ങളിൽ ഓരോ നിലപാടുകൾ പ്രഖ്യാപിക്കും. ശ്രീ കെ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ കണ്ണൂർ മത്സരിക്കണമെന്ന് ഇപ്പോഴാഗ്രഹം വന്നു. ഇതിനു മുമ്പ് 3-4 തെരഞ്ഞെടുപ്പുകൾ നടന്നതേ അദ്ദേഹം മത്സരിക്കാതെ. അദ്ദേഹം കാസർഗോഡാണ് പോയി മത്സരിച്ചത്. അപ്പോൾ ഇത് ഓരോ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ വൈകാരികത പറയുന്നെങ്കിൽ മുൻകാലത്ത് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? അദ്ദേഹം എന്തിനാ ഉദുമേ പോയെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? അപ്പം തെരഞ്ഞെടുപ്പിൽ എത്ര മുതിർന്ന നേതാവായാലും എത്ര ചെറിയ ആളായാലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസരത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഒക്കെ കണക്കിലെടുത്ത് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനമെടുക്കും. കണ്ണൂർ മൊത്തം അതായത് കോൺഗ്രസിന്റെ അണികൾ, UDFന്റെ അണികൾ, അവർക്കൊരു വികാരമുണ്ട്. ഇപ്പം നമുക്ക് അധികാരത്തിൽ തിരിച്ചു വന്നേ മതിയാകൂ, അതിന് മറ്റൊന്നും ഘടകമാകരുതെന്ന വികാരമുണ്ട്. ആ വികാരത്തിന് കുറുകെ സുധാകരൻ നിന്നാൽ സുധാകരനെയും തള്ളിക്കടന്നു പോവില്ലേ അവർ? എന്നാ എൻ്റെ ചോദ്യം. അല്ല, ഞാൻ സുധാകരനൊരു വലിയ മഹാശക്തിയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ എല്ലായ്പ്പോഴും സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന സമയത്ത് ഓരോ നേതാക്കളും അവരുടേതായിട്ടുള്ള ചില പേരുകൾ സജസ്റ്റ് ചെയ്യും. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധാകരന് ചില പേരുകൾ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിഗതമായിട്ട് അറിയാം. അതിൽ പേര് നിർദ്ദേശിക്കപ്പെട്ട ചില ആളുകൾ, എൻ്റെ ചില സുഹൃത്തുക്കളും ഈ നമ്മൾ ചാനലുകളൊക്കെ പരിചയമുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ സുധാകരൻ ചില പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പേരുകൾ AICCയിൽ സംഘടനാ ചുമതലയുള്ളത് പിന്നെ കണ്ണൂരിൽ നിന്ന് വേറൊരു നേതാവാണ്. അദ്ദേഹം ആലപ്പുഴയിലൊക്കെ ആണെങ്കിലും SC1 കണ്ണൂർക്കാരനാണ്. അപ്പോൾ ആ തരത്തിൽ ആ പേരുകൾ വേണ്ട വിധം പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് സുധാകരനെ ക്ഷോഭിച്ച ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ഈ സമ്മർദ്ദങ്ങൾ, ഈ ആളുകളെ പുഷ് ചെയ്യുന്ന രീതി, അത് കോൺഗ്രസിനകത്തൊരു പരമ്പരാഗതമായിട്ടുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കോൺഗ്രസിൽ ഇത് കാണുന്നത്. എല്ലാ കാലത്തും അതുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. ആ വിഷയത്തിൽ ഒരുപക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡും സുധാകരനും തമ്മിൽ സംസാരിച്ച് തീർത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം അവസാനിക്കുമെന്നാണ്. കാരണം സുധാകരൻ പിന്നെ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസിനെതിരായിട്ട് നിൽക്കുന്ന ഒരു പേടിയും എനിക്കില്ല. കാരണം അടിസ്ഥാനപരമായി